ലൈഫിലെല്ലാം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. ഞാൻ വിചാരിച്ച പലതും നടക്കുന്നുമില്ല, എന്നാൽ വിചാരിക്കാത്ത പലതും നടക്കുന്നുമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഒരു കുഞ്ഞു വർക്കിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഞാൻ പഠിച്ചതൊന്നായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്തൊരു ജോലിക്കാണ് പോകുന്നത്. ചിലപ്പം അവിടെ ഇരിക്കുന്ന കണ്ട ചില ആൾക്കാർ ചോദിക്കുമായിരിക്കും, എന്താ മോളെ നീ പഠിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നത് വരെ ചോദിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഫാമിലീൻ്റെ കടയിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു എവിടെയോ പോയിരിക്കുന്ന ആ ഒരു ഫീലൊന്നുമില്ല. നമ്മുടെ സ്വന്തം കട, അങ്ങനെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ആൻറ്റിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. ആൾക്കൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. സോ ആൾ കുറച്ച് ബെഡ് റെസ്റ്റിലും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ടൈമാണ് ഞാനിപ്പോൾ പോകുന്നത്. ആൻഡ് ഇത് എത്ര കാലം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാനിത് തുടർന്ന് പോകുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ പോകുന്നുണ്ട്. എന്തായാലും ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അതൊക്കെ ചെയ്ത് തീർക്കണം. കുറച്ച് ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് യൂട്യൂബ് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാനിപ്പം കുറച്ചധികം നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയ സമയം മുതൽ ഞാനിപ്പം ഒട്ടും കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്നില്ല. അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് അതായത് ജോബിനേക്ക് പോകാനുള്ള കുറച്ച് തത്രപ്പാടിലാണ്. ഞാനിപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊരു എഗ് ക്യാരറ്റ് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇന്ന് ദോശയും സാദാ മീൻ കറി ഉണ്ടല്ലോ, അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി. പാറു വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് അവളുണ്ടാകും. എനിക്ക് അമ്മ ഇതിട്, മെമ്മ അതിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യാം. ഞാൻ ഷോപ്പിലെത്തിയതിന് ശേഷം ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതുവരെ രാവിലത്തെ വ്ളോഗ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈവനിങ് വന്ന ശേഷമുള്ള വ്ളോഗാണ്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് പണിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈവനിങ് എത്തി. ഞാൻ ചെറുങ്ങനെ തലയൊക്കെ നനഞ്ഞിട്ടാണ് വന്നത്. ഞാൻ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോൾ. വന്ന അവിടെ തന്നെ ട്യൂഷൻ്റെ കുട്ടികളുണ്ടാവും. അങ്ങനെ അവരെ ട്യൂഷനൊക്കെ എടുത്ത് ഞാൻ വൈകുന്നേരം ഞാനും അമ്മേൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട്, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾക്കാരാട്ടോ, അവരൊക്കെ കൂടിയിട്ട് ഞാനും പാറും കൂടിയുണ്ട്, ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കൂത്തുപറമ്പുള്ള അമ്പലമാണ് കാഞ്ചി കാമാക്ഷി, എനിക്കൊന്ന് ഫേമസ് ആണ്. തലശ്ശേരി വേറൊരു കാഞ്ചി കാമാക്ഷി ഉണ്ട്, കണ്ണൂരുണ്ട്, അങ്ങനെ എല്ലായിടത്തും ഉള്ള ഒരു അമ്മയാന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
അവിടെ നമ്മളെത്തിയ സമയത്ത് ഇങ്ങനെ ഭജനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 7 ദിവസം ഇവിടെ എന്തോ ഇങ്ങനെ ഭജനവും പിന്നെ ഇങ്ങനെ ഭക്ഷണം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ പാറ ഇങ്ങനെ ഈ പാട്ടൊക്കെ കേട്ട് ലയിച്ചിരിക്കുകയായിരുന്നു. എന്താ അവിടെ നടക്കുന്നത്, കാരണം ഇതൊക്കെ ഇവൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പിന്നെ അവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഇത് ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന ഫുഡാട്ടോ. ഇന്ന് വെള്ളയപ്പം, ഗ്രീൻ പീസ് കറി, പിന്നെ ഒരു ആൻറ്റിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ലഡുവും പിന്നെ ചുക്ക് കാപ്പി ഉണ്ടല്ലോ, അതാണ് കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ നേരെ ശ്രീനെ വിളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഈ ഒരു ഫോൺ വിളിയില്ല, അത് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. റൂമിലെത്തിയാൽ കുറച്ച് സമയം വർത്താനം പറഞ്ഞതിന് ശേഷം ആൾ ഫ്രഷ് ആവാനും പിന്നെ കുക്ക് ചെയ്യാനൊക്കെ പോകും. അതിനുശേഷം വരെ ഞങ്ങൾ രാത്രിയാണ് സംസാരിക്കാറ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ ഓടി വന്നിട്ടുണ്ട്, മെമ്മെ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആൾ വെറുതെ ചിരിക്കുകയായിരുന്നു. ഞാൻ ഉമ്മ വെക്കുന്നതിന് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു വളയുണ്ടല്ലോ, ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ നിന്ന് പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് കൂടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല ഈ തവണ ഇന്ന് അമ്പലത്തിൽ പോയ സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നുമില്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്ക് നേരത്തെ നല്ലോണം ഉറക്കം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയും ചെയ്തു, പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്തല്ലോ, അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട്. പക്ഷെ എനിക്കങ്ങനെ മേലണങ്ങിയിട്ടുള്ള ഒരു പണിയുമില്ല. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് എൻ്റെ കുറച്ച് പണികളൊക്കെ ഉള്ളത്. ഇനി ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി, പിന്നെ ശ്രീ വിളിക്കുന്നുണ്ട്, ആളോട് കുറച്ച് സമയം വർത്താനം കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പുറത്ത് കിടക്കാൻ വേണ്ടി ഏച്ചിയും പാറും ഇപ്പോൾ വരും. അപ്പോൾ ഞാനിപ്പം ആളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ കിടന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. ബായ്.